ഇന്ത്യയിൽ ചേർന്നതിന് പിന്നാലെ 2020-ൽ ഭിന്നത. വടവുകോൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. കൂടുതൽ പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന് നേതാക്കളും പ്രവർത്തകരും കോലഞ്ചേരിയിൽ പറഞ്ഞു. സാബു എം ജേക്കബിന്റെ പാർട്ടിയുടെ തകർച്ചയുടെ തുടക്കമാണിതെന്ന് VP സജീന്ദ്രൻ പറഞ്ഞു. റിക്രൂട്ട്മെന്റ് ഏജൻസിയായിട്ടാണ് 2020-യെ കാണുന്നത്. ഇന്ത്യയിൽ ചേർന്ന കാര്യം ടിവിയിൽ വന്നപ്പോഴാണ് അറിഞ്ഞതെന്നും താഴെത്തട്ടിലുള്ള ആർക്കും ഒരറിവുമില്ലെന്നും റസീന പരീദ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒന്നിലുമില്ല നിഷ്പക്ഷരായ ആളുകളും മതേതരവാദികളും ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗലോകം നൽകാം എന്ന് പറഞ്ഞ ആ വാഗ്ദാനമൊന്നും ഇനി ഏശുകയില്ല. സംഘപരിവാറിൻ്റെ കാൽക്കീഴിൽ കൊണ്ട് കെട്ടാനുള്ള സാബു എം ജേക്കബിൻ്റെ ഈ കുന്നത്ത് നാട്ടിലെ മതേതര വിശ്വാസികളുടെ കൊണ്ടുപോകാനുള്ള തീരുമാനം അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകും. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. BJPയിലേക്ക് പോയതിൻ്റെ പിന്നിൽ ഒട്ടനവധി ഈ കാരണങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടാണല്ലോ ഇപ്പോൾ BJP മുന്നണിയിൽ പോയി ചാടിയത്. അപ്പോൾ അദ്ദേഹം ഈ ശക്തി കാണിക്കാൻ വേണ്ടി ഈ കുന്നത്ത് നാട്ടിലെ സാധാരണ വോട്ടർമാരെ ഒന്നും കിട്ടണമെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പനി തൊഴിലാളികളെയൊക്കെ വെച്ചുകൊണ്ട് ഭായിമാരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനം ഇനി നടത്തുമായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസമാണ് സാബു എം ജേക്കബ് NDAയിൽ ചേർന്നത്. വലിയൊരു വാർത്തയായി അത് പുറത്തു വന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ഭിന്നത പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. പല നേതാക്കളും പറയുന്നു തങ്ങൾ അറിയാതെയാണ് സാബു എം ജേക്കബിന്റെ ഒരു നീക്കം എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ? ഇങ്ങനെ ഒരു നീക്കം നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനൊരു നീക്കം നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു നീക്കം, അതായത് 2020 BJPയുമായി സഹകരിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഇത്തരമൊരു നീക്കം നമ്മൾ പ്രതീക്ഷിച്ചാണ്. കാരണം കോൺഗ്രസും CPM-ഉം നേരത്തെ തന്നെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇത്തരമൊരു ചർച്ച ഇന്ന് തന്നെ സാബു എം ജേക്കബ് പറയുന്നത് 4 മാസമായി ഇത്തരം ചർച്ചകൾ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ ചില നേതാക്കൾക്കെങ്കിലും വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഇടപാടുകൾ അവർ നടത്തുകയും ചില നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ്, അതിന് തുടക്കം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, 2020 രൂപീകരിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിനോട് അനുഭാവം പുലർത്തിയിരുന്നവർ, കോൺഗ്രസിന്റെ ഭാഗമായി നിന്നവരാണ് കൂടുതലായി ഈ 2020യുടെ ഭാഗമായി സാബു എം ജേക്കബിനൊപ്പം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഈ പ്രാദേശികമുണ്ടായ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവരുൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ തിരിച്ച് സ്വന്തം പാളയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ CPM-ന്റെ ഏരിയ സെക്രട്ടറി അടക്കം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സമയത്ത് CPM-ന്റെ നീക്കം എന്നാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത്. ഇനി എത്ര നേതാക്കൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ച് പുറത്തേക്ക് വരുമെന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ പുറത്തു വന്ന നേതാക്കൾ തന്നെ പറയുന്നു, ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്ന അല്ലെങ്കിൽ NDAയിലേക്ക് BJPയുമായി സഹകരിക്കാൻ തീരുമാനിക്കുന്ന ഒരു നീക്കവും താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരോ മറ്റു പ്രവർത്തകരോ ഒന്നും തന്നെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് സാബു എം ജേക്കബിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്, അദ്ദേഹത്തിന്റെ വ്യവസായം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നു. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പുറത്തേക്ക് വരും, പ്രവർത്തകർ പുറത്തേക്ക് വരും എന്നവർ അവകാശപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ചില പഞ്ചായത്തുകളിലും കൂടുതലും വനിതാ പ്രാതിനിധ്യമാണ്, വനിതാ പ്രതിനിധികളാണുള്ളത്. അവർക്ക് മറ്റ് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തേണ്ടി വരും. മറ്റ് കുടുംബ പശ്ചാത്തലം അടക്കം പരിശോധിച്ചായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതടക്കമല്ല എല്ലാ കാര്യങ്ങളും തന്നെ പരിശോധിക്കുമ്പോഴേക്കും കൂടുതൽ ആളുകൾ വരുമെന്നാണ് മുൻ MLA VP സജീന്ദ്രൻ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും കോൺഗ്രസ് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം കിഴക്കമ്പലം കേന്ദ്രീകരിച്ച് 2020 കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വരുന്ന ദിവസങ്ങളിൽ തുടരും. ഒരുപക്ഷെ 2-3 ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പ്രവർത്തകർ LDFിലേക്കും UDFിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ലോയൽറ്റിയുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചില സർവേകൾ ഇവിടെ നടത്തിയിരുന്നു. ആ സർവേകൾ നടത്തിയത് ജാതി മത അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ കാണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരമൊരു നീക്കം നടത്തിയുള്ള ഒരു സർവേ ആയിരുന്നു. ആ സർവേയുടെ ഭാഗമായി നടത്തിയ റിപ്പോർട്ടുകൾ അത് BJPക്ക് വേണ്ടിയായിരുന്നു. എത്രത്തോളം ആളുകൾ തങ്ങൾക്ക് കൂടെ കൂട്ടാൻ കഴിയുമെന്നൊരു എണ്ണം BJP എടുത്തിരുന്നു. അതിന് സാബു എം ജേക്കബ് നേതൃത്വം നൽകിയെന്ന ആരോപണം കൂടി പുറത്തു വന്നവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തന്നെയായിരിക്കും. കിഴക്കമ്പലവും 2020യും നേതൃത്വം നൽകുക, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ ഇവർ സാക്ഷിയാകുമെന്ന ഉറപ്പാണ് ശ്രീജ. പ്രശാന്ത്, എന്തായാലും മുന്നണിയെ ശക്തിപ്പെടുത്താൻ 2020യെ ഒപ്പം നിർത്തി മധ്യകേരളം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുന്ന NDAയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കില്ലേ ഈ ഒരു ഭിന്നത?
ശ്രീജ, ഇതിനകത്ത് ഏത് തരത്തിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ നേതാക്കളാണ് പ്രധാനമായും ഈ 2020-യിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് കൂടി ആശ്രയിച്ചായിരിക്കും ഇത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് തിരിച്ചടിയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് മധ്യ കേരളത്തെ സംബന്ധിച്ച് എറണാകുളത്തിന്റെ ഈ കിഴക്കൻ മേഖല പൂർണ്ണമായും BJPക്ക് വലിയ തരത്തിൽ സ്വാധീനമുള്ള, മൂവാറ്റുപുഴ കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിഴക്കമ്പല മേഖലകളൊക്കെ തന്നെ വലിയ സ്വാധീനം BJPക്ക് ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടേക്ക് 2020-യെ കൂടെ നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായി ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ തരത്തിൽ വിള്ളൽ ഉണ്ടാക്കാമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി BJP അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയായതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഈ മലയോര മേഖലകളിലുള്ള ക്രൈസ്തവരെ കൂടുതലായി പാർട്ടിയുടെ ഭാഗമായി നിർത്തുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ലക്ഷ്യം അതിന്റെ വലിയൊരു തരത്തിലേക്ക്, വലിയൊരു നീക്കത്തിലേക്ക് എത്തുന്നു. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് നമുക്ക് ഈ 2020-യുമായി ബന്ധപ്പെട്ട് തന്നെ കാണാൻ കഴിയുന്നത്. അത്തരമൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായി BJP ഇപ്പോൾ ഒന്നോ രണ്ടോ നേതാക്കൾ പോകുന്നതല്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന പഞ്ചായത്ത് അംഗങ്ങളായി നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ അവർക്ക് സാമ്പത്തിക സഹായമടക്കം, അവർക്ക് ശമ്പളമടക്കം നൽകിക്കൊണ്ടാണ് 2020 മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ തന്നെ ഈ പുറത്തു വന്നവരൊക്കെ തന്നെ മുൻ അംഗങ്ങളും അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെയാണ്. നിലവിലുള്ള ആരൊക്കെ പുറത്തു വരും എന്നതിനനുസരിച്ചായിരിക്കും BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് തിരിച്ചടിയാകുമോ, രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോക്കുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഘട്ടത്തിൽ ഏതായാലും BJP ഇത് കരുതലോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. NDA സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മേഖലകളിൽ കടന്നു കയറാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരമാണ് 2020-യെ കൂടെ നിർത്തുക എന്നുള്ളത്. അത് ഈ ഘട്ടത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു. ഇനി അതിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കുകൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിനുള്ള നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, ചരടുവലികൾ BJPയും ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജ. ശരി പ്രശാന്ത്, ഇന്ത്യയിൽ ചേർന്നതിന് പിന്നാലെ 2020-യിൽ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. വടവുകോൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു KK പ്രശാന്ത്.